രാജാക്കാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ചില സംഘടനകൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായി ഭരണസമിതി അംഗങ്ങൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും ഏത് അന്വേഷണം നടന്നാലും പൂർണ്ണമായി സഹകരിക്കുമെന്നും പ്രസിഡന്റ് നിഷ രതീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് പഞ്ചായത്തിനെതിരെ അഴിമതി ആരോപിച്ച ചില സംഘടനകൾ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആരോപണം മാത്രമാണ് ഉന്നയിക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് പഞ്ചായത്തിന്റെ ഭരണം തികച്ചും സുതാര്യമാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് നമ്പർ അനുവദിക്കുന്നതിലും അഴിമതി ഒന്നുമില്ല. വാഹനത്തിന്റെ കാര്യത്തിലും പഴയ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചതിലും ആവശ്യമായ നിയമ സാധുത ഉറപ്പാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതി അലംഭാവം കാട്ടിയിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്നും പ്രസിഡന്റ് നിഷ രതീഷ് അറിയിച്ചു. പഞ്ചായത്തിനെതിരെ ചില ചെറിയ കുപ്രചരണങ്ങൾ വന്നതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇവിടെ വിളിച്ചു ചേർത്തത്. രാജാക്കാട് പഞ്ചായത്തിന് സമസ്ത മേഖലകളിലും നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. വിവിധ സർക്കാരുകളുടെ വിവിധ ഫണ്ടുകളും അതുപോലെ MLA ഫണ്ടും ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ രാജാക്കാട് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. MLA വികസന ഫണ്ടായ ബഡ്ജറ്റ് ഫണ്ടിൽ നിന്നും നമുക്ക് നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് 5 കോടി രൂപ അനുവദിച്ച് കിട്ടി. അത് എല്ലാ സാങ്കേതിക TS ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയത് മുഖാന്തരമാണ് നമ്മളത് പണി ആരംഭിച്ചത്. ഭരണസമിതിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഏത് ഏജൻസിയും അന്വേഷണം നടത്തുന്നതിനെ പഞ്ചായത്ത് ഭരണസമിതി സ്വാഗതം ചെയ്യുന്നതായും നിഷ രതീഷ് അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ്, ഭരണസമിതി അംഗങ്ങളായ KP സുബീഷ്, ബിജി സന്തോഷ്, CR രാജു, വീണ അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.